ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എഴുതും ആസ് യൂഷ്വൽ. അതിനുശേഷം ഹാഡ് ബീൻ എന്ന കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചായിരുന്നു. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് സിംഗുലർ ആകുമ്പോൾ ഹാസും പ്ലൂറൽ ആകുമ്പോൾ ഹാവ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലതില്ല. സിംഗുലർ ആണെങ്കിലും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും ഹാഡ് തന്നെ യൂസ് ചെയ്താൽ മതി, മാറ്റമൊന്നുമില്ല. അതിനുശേഷം വേർബിൻ്റെ ING ഫോം. ഓക്കെ, സോ നമുക്ക് എന്തിനാണിത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാസ്റ്റിൽ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒത്തിരി സമയം മറ്റൊരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു എന്നുള്ളതിന് മറ്റൊരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ആക്ഷൻ ഇവിടെയാണ് തുടങ്ങിയത്, ഒരാക്ഷൻ, അതിന് മുന്നേ വേറൊരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അത് ആ കാര്യത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് രാം. ഓക്കെ, രാമിനോട് ഞാൻ പറഞ്ഞു നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനാണെങ്കിൽ രാമിനോട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു. രാം 9 മണിക്ക് എത്തി. ഞാൻ എത്തുന്ന സമയത്ത് രാമാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ എത്തുന്ന സമയത്ത് രാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ 11 മണിക്കാണ് എത്തിയത്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഞാൻ എത്തിയപ്പോൾ, വെൻ ഐ അറൈവ്ഡ്, Ram had been waiting for me for 2 hours. മനസ്സിലായോ? സംഭവം സിമ്പിളാണ്. ഇവിടെ നടന്ന ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്തി എന്നുള്ളതാണ് ഇവിടെ നടന്ന ആക്ഷൻ. ആ ആക്ഷന് മുന്നേ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ രാം വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ എത്തുന്നതിന് മുന്നേ കുറേ നേരം രാം വെയിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം നടന്നത് എന്താ? രാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ആദ്യം നടന്നത്, അല്ലേ? അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്ക് 2 മണിക്കൂറായിട്ട് രാം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ എത്തിയപ്പോൾ ആ വെയിറ്റ് തീർന്നു. പക്ഷേ അതുവരെ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ പാസ്റ്റിലൊരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ പാസ്റ്റിൽ നടന്ന ആക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ഐ അറൈവ്ഡ് രാം ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ ഫോർ 2 hours എന്ന സെൻറ്റൻസ് അതുകൊണ്ടാണ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് പ്രൊമോഷൻ കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ കിട്ടിയപ്പോൾ ഞാൻ കമ്പനിയിൽ 5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയ സമയത്ത് ആ സമയത്ത് ഞാൻ 5 വർഷമായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് കിട്ടിയ പ്രൊമോഷനാണ് ഇവിടെ നടന്ന ആക്ഷൻ. അതിന് മുന്നേ കണ്ടിന്യൂസ് ആയിട്ടൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ മറ്റൊരു ആക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതെന്താണ്? എന്താണ് ആ ആക്ഷൻ? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ കമ്പനിയിൽ 5 വർഷമായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്നുള്ള ആക്ഷനും അതിന് മുന്നേ നടക്കുന്ന ആക്ഷൻ എന്താണ്? ഞാൻ 5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ആക്ഷനും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഏത് സംഭവമാണ് ആദ്യം നടന്നത്? എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്നുള്ള സംഭവം അല്ല. ഏത് സംഭവമാണ് ആദ്യം നടന്നത്? ഞാൻ 5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഹാഡ് ബീൻ ചേർക്കേണ്ടത്. രണ്ടാമത് നടന്ന ആക്ഷൻ എന്താണ്? എനിക്ക് പ്രൊമോഷൻ കിട്ടി. അതാണ് രണ്ടാമത് നടന്ന ആക്ഷൻ. അപ്പോൾ ആ ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം. അതായത് വെൻ ഐ ഗോട്ട് പ്രൊമോട്ടഡ്, എനിക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ. ഇത് നമ്മൾ എപ്പോഴും രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ. ഓക്കെ, ഞാൻ 5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതും? ഐ ഹാഡ് ബീൻ
working in the company for 5 years. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് എഴുതേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്ഷൻ പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട്, വർഷങ്ങളായിട്ടായിരിക്കാം, ചിലപ്പോൾ മണിക്കൂറുകളായിട്ടായിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾ ആയിട്ടായിരിക്കാം. ഒരു ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യം സംഭവിച്ച ആക്ഷനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്ത് എഴുതുന്നതും, രണ്ടാമത് നടന്ന ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ ഐ അറൈവ്ഡ് രാം ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ ഫോർ 2 hours. ഈ സെൻറ്റൻസിൽ 2 ആക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ എത്തി എന്നുള്ളതും, 2, രാം 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും. സോ ഇവിടെ രാം 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആദ്യം നടക്കുന്ന ഒരു ആക്ഷൻ, കണ്ടിന്യൂസ് ആക്ഷൻ. അതിനുശേഷമാണ് ഞാൻ എത്തുന്നത്. സോ ഇത് സെക്കൻഡ് ആക്ഷനാണ്. സെക്കൻഡ് ആക്ഷൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റിലായിരിക്കണം എഴുതുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആക്ഷനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എഴുതുന്നത്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയാൽ അത് തന്നെയാണ്. ഇവിടെ വെൻ ഐ ഗോട്ട് പ്രൊമോട്ടഡ് ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി ഫോർ 5 years. ഇവിടെ ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ആക്ഷൻ ഏതാണ്? ഇതാണ്. കമ്പനിയിൽ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുക. വെൻ ഐ ഗോട്ട് പ്രൊമോട്ടഡ് എന്നുള്ളത് രണ്ടാമത് നടക്കുന്ന ആക്ഷനാണ്. ഇതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റ് ടെൻസിൽ എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ പഠിപ്പിച്ച വീഡിയോയിൽ, ഈ സെഷനിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം, കാരണം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടെൻസാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അപ്പോൾ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് സെഷനിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.